ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മഹാരാഷ്ട്ര കോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പാമ്പുകളെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. ഓരോ ദിവസവും സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് പല രീതിയിലുള്ള പാമ്പുകൾ. നമ്മളൊക്കെ ഞാനൊന്നും ഈ രണ്ട് ഭാഗത്തും തല ഉണ്ടാവുന്ന കുരുടിൻ്റെ മാതിരത്തെ പാമ്പിനൊന്നും, വലിയ പാമ്പുകളൊന്നും നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഉണ്ടോ? ശരിക്കും നമ്മൾ ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലുണ്ട്. അതിനെ കണ്ടാൽ നമ്മൾ പോലീസ് അവർ ഇൻഫോം ചെയ്തിട്ട് അതിന്റെ ആളുകൾ വന്നിട്ട് കൊണ്ടുപോകും. അധികം ഞാൻ കിടക്കുന്നത് ചത്ത് കിടക്കുന്നതാ. അപ്പൊ മഴക്കാലത്താണ് ഞാൻ രണ്ടു ഭാഗത്തും തലയാണോ? ഈ ഭാഗത്ത് നമ്മൾ കുരുടി എന്നൊക്കെ പറയൂലേ, ഇപ്പുറത്തും തല ഉണ്ടാവും. അപ്പൊ അതൊരു ആ കുരുടിന്റെ അതേമാതിരത്തെ തല പാമ്പ് മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് വീഡിയോസിലൊക്കെ ആ പാമ്പുകളെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ അസ്ലം എന്ന് പറഞ്ഞ ഓന്റെ വീഡിയോസിലൊക്കെ ഈ പാമ്പുകളെ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പാമ്പുകളെ കാണും ഞങ്ങൾ. അതായത് മഴക്കാലത്തല്ല, അപ്പോൾ റോട്ടിലേക്ക് കയറി വരുന്നതുകൊണ്ടായിരിക്കാം ഹൈവേൻ്റെ സൈഡിൽ വണ്ടി കയറിയിട്ടൊക്കെ ചത്ത് കിടക്കുന്നതായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ മൃഗങ്ങളെ കണ്ടിട്ടുണ്ടാവുക. ഒന്ന് നായ, രണ്ടാമത്തേത് പാമ്പ്. പിന്നെ ഇറാനിലായിരുന്ന സമയത്ത് കരടികളുള്ള നമ്മൾ ആക്രമിച്ചിട്ടൊന്നുമില്ല. പക്ഷെ സത്യം പറഞ്ഞ മൃഗങ്ങൾക്കായൊക്കെ ഞാൻ പേടിച്ചിരുന്നത് മനുഷ്യരെ. സത്യം ഉള്ളത് നമുക്ക് പറയാലോ. ഏറ്റവും ശാന്തമായിട്ട് യാത്ര ചെയ്തത് ഇറാനിലാണ്. ഞാൻ പറഞ്ഞല്ലോ, പാകിസ്ഥാനിൽ നിന്ന് ഫ്ലൈറ്റ് കയറി തെഹ്റാനിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു പുതിയ ലോകത്തേക്കാണ് ഞാൻ വരുന്നത്. ജീവിതത്തിൽ ഞാൻ കാശ്മീർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. തണുപ്പ് അനുഭവിച്ചൊരു സമയം ഉണ്ടായിട്ടില്ല. സൗദിയിലുള്ള ആ തണുപ്പേ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ UAE ഉണ്ടാവുന്ന തണുപ്പൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ. ഇത് മഞ്ഞക്കടൽ. ഞാൻ യാത്രേൻ്റെ മുമ്പ് ഒരു 6ഓളം രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ശ്രീലങ്ക പോലത്തെ, UAE എമിറേറ്റ്സും, സൗദി അറേബ്യ പോലത്തെ ഒരുപാട് രാജ്യങ്ങൾ, മലേഷ്യ പോലത്തെ ഒരുപാട് രാജ്യങ്ങൾ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു തെഹ്റാനിൽ ആ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് വന്നപ്പോൾ അനുഭവിച്ചൊരു തണുപ്പ്, അതും ഞാൻ നടന്നിട്ടാണ് പോകേണ്ടത്. ഇതിനുള്ള എല്ലാ പേപ്പറും കാര്യങ്ങളും എല്ലാ തോട്ടിയും ഒക്കെ റെഡിയാണ്. പക്ഷെ ആനയില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് ഇങ്ങനെ തുറന്നിങ്ങോട്ട് കാണുന്ന സമയത്ത്. പക്ഷേ അതിനൊക്കെ ഞാനൊരു തരത്തിൽ ഫീൽ ചെയ്യായിരുന്നു, എൻജോയ് ചെയ്യായിരുന്നു, അതിനെക്കുറിച്ച് പഠിക്കുമായിരുന്നു. കുറുക്കോളി മൊയ്തീൻ സാഹിബിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, അതേപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞാൻ കാണാൻ പോയ സമയത്ത് ഞാൻ ഡേറ്റ് അറിയിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ മുന്നേ തന്നെ പരിചയമുണ്ട്. അപ്പം ഞാൻ പോയ സമയത്ത് പറഞ്ഞു, ഷിഹാബ് ഇതൊരു പഠനയാത്രയാണ്, ഇതിനെ എഴുതണം, ഇത് ലോകത്തിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ എഴുതാൻ തീരുമാനിച്ചിട്ടാണ് ആദ്യം തന്നെ ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഓരോ ഘട്ടങ്ങളും ഓരോ സെക്കൻഡുകളും എന്നോട് ഇങ്ങനെ ഓർത്തെടുത്ത് എനിക്ക് പറയാൻ പറ്റും എൻ്റെ യാത്രേൻ്റെ. അത് 2022 ഇവിടുന്ന് ഇറങ്ങി 1 വർഷം 17 ദിവസം കഴിഞ്ഞ് അവിടെ എത്തുന്നത് വരെയും അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എഴുതാൻ പറ്റും. എഴുതുന്നുണ്ട്. പുസ്തകം 2 പുസ്തകമായിരുന്നു. അപ്പൊ അതിലേക്ക് നമുക്ക് എത്താം. അതിന് മുന്നേ ആ കുറുക്കോൾ മൊയ്തീൻ സാഹിബ് ഇതാ പറഞ്ഞത്, ഇതൊരു പഠനയാത്രയാണ്. ഇത് 2 രീതിയിൽ, നിന്റെ നിയത്ത് ഹജ്ജാണ്, നിന്റെ നിയത്ത് മദീന പോക്കാണ്, ഒക്കെ ശരി. ഇനി ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു എനിക്ക് നടക്കാൻ പറ്റില്ല. ഇതിനെ മാക്സിമം മുതലാക്കണം. ഇത് നല്ലൊരു പഠനയാത്രയാണ്. ഇത് എഴുതണം. ഓരോ ദിവസവും നമ്മളിങ്ങനെ എഴുതി ഡയറി എഴുതുമായിരുന്നു, ടൈപ്പ് ചെയ്യലായിരുന്നു. ഫുള്ള് ടൈപ്പ്. ഇപ്പൊ സിസ്റ്റം അങ്ങനെയാണല്ലോ. ഇപ്പൊ വോയിസ് പറഞ്ഞാൽ മതി, അത് റെക്കോർഡ്. ഓരോ ദിവസത്തെ അനുഭവങ്ങൾ മാത്രമല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ സൗദി അറേബ്യയിലേക്ക് എത്തുന്നത് വരെ ഓരോ ദിവസം ഞാൻ എവിടെ താമസിച്ചു എന്നുള്ള ലൊക്കേഷൻ എൻ്റെ കയ്യിൽ സ്റ്റോറാണ്. എത്ര സ്റ്റെപ്പ് നടന്നു നിന്റെ വാച്ചിൽ സ്റ്റോറാണ്. അതൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്, ഡോക്യുമെന്റ് ആക്കി വെച്ചിട്ടുണ്ട്. എത്ര സ്റ്റെപ്പ്, എത്ര മണിക്കൂർ നടന്നു. ചരിത്രമാണ്. മറ്റുള്ളവർ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ അനുഭവിച്ച ആ ഒരു സാധനം. ഇനിയിപ്പോ പുസ്തകം വരുന്നുണ്ടല്ലോ, 3 വർഷത്തിന് മുകളിലായി ഞങ്ങൾ പുസ്തകത്തിന്റെ. അപ്പൊ ഞാനും നൗഷാദൊക്കെയാണ് ഈ പുസ്തകം എഴുതുന്നത്. ബുക്ക് പ്ലസ് ആണ് പബ്ലിഷേഴ്സ്. ഇതിന്റെ ഒക്കെ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഞങ്ങൾ തമ്മിലൊരു ധാരണ എന്താണ്, ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ പുസ്തകം ഇറങ്ങിയില്ലെങ്കിലും എൻ്റെ മരണശേഷമാണ് ഈ പുസ്തകം ഇറങ്ങുന്നുണ്ടെങ്കിലും A to Z കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടണം. ഇതുകൊണ്ട് അടുത്തൊരു തലമുറയ്ക്ക് എന്തെങ്കിലും ഗുണം കിട്ടണം. ഞാൻ പറഞ്ഞു, ഞാനൊക്കെ ഇതിൻ്റെ ഇങ്ങനത്തെ പോയ പഠിക്കാൻ വേണ്ടിയിരിക്കും. അപ്പോൾ നമുക്കൊക്കെ ഇങ്ങനത്തെ സംഭവം ഭയങ്കര ഉപകാരമാവും എന്നുള്ള. അപ്പോൾ നമ്മൾ ഇറാനിക്ക് തന്നെ തിരിച്ചു വരാം. ഇറാനിൽ ഒറ്റപ്പെട്ട ചില രാത്രികൾ നമ്മൾ കഴിഞ്ഞ തവണ കണ്ട സമയത്ത് ഒരു വീട്ടിലേക്ക് ചെല്ലുന്ന, ഏതോ ഒരു കൊടും കാടിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന മൃഗങ്ങളുള്ള അങ്ങനത്തെ സംഭവം കേട്ടിട്ടുണ്ട്. ഇറാനിൽ ഞാൻ പറഞ്ഞില്ല, ശാന്തമായിട്ട് യാത്ര ചെയ്തതും ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സ്ഥലം ഇറാനിലായിരുന്നു. ഒന്നാമത്തത് എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്രതീക്ഷിച്ച ക്ലൈമറ്റ് ഉണ്ടല്ലോ, ഇറാനിൽ പാസ് ചെയ്യാൻ പ്രതീക്ഷിച്ച ക്ലൈമറ്റ് 4 മാസം 8 ദിവസം ഇവിടെ ലേറ്റായി. അതെ. അപ്പോൾ അവിടെ തണുപ്പിലേക്ക് ചെല്ലുക. പ്രത്യേകിച്ച് അറിയാം, ഖുറാമാബാദ് എന്ന് പറഞ്ഞ പ്രവിശ്യൊക്കെ എന്ന് പറഞ്ഞാൽ ഐസ. ഈ എല്ലാ കൾച്ചറും എല്ലാ കാലാവസ്ഥയും അടങ്ങിയൊരു ഇറാനിൽ നമുക്ക് ഇന്നത്തെ കാലാവസ്ഥ നോക്കിയിട്ട് നാളത്തെ ഒരു പ്രഡിക്ഷൻ പറയാൻ പറ്റില്ല. നാളെ എത്തുന്ന ഒരു 50 കിലോമീറ്റർ നടന്ന പിന്നെ എത്തുന്ന സ്ഥലം ഒരിക്കലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തത്ര തണുപ്പാണ്. -14 ഡിഗ്രിയിൽ ഞാൻ നടന്നിട്ടുണ്ട്.
35-36 കിലോമീറ്റർ നടക്കുന്ന ഞാൻ 1-2 കിലോമീറ്റർ നടന്നിട്ട് സ്റ്റേ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതായത് 10 മിനിറ്റ് ഞാൻ നടക്കാതെ ഇരുന്നാൽ ബ്ലഡ് കോട്ടാവുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. മഞ്ഞിൽ ഞാൻ കുടുങ്ങിപ്പോയി റോഡ് കാണാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. എൻ്റെ സ്റ്റിക്ക് ഞാനിങ്ങനെ കുത്തിയിട്ടാണ് പോകേണ്ടത്, മുന്നിൽ എന്താണെന്നുള്ളത് അറിയാത്ത അങ്ങനത്തെ അവസ്ഥ വന്നിട്ടുണ്ട്. ആളുകൾ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ കളവ് ചെയ്യുന്ന ആളുകളെ മുന്നിൽ പെട്ടിട്ടുണ്ട്, അവരുടെ കൂടെ താമസിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇറാനിലാണ് എനിക്ക് ആളുകൾ വീടുകളിൽ സ്റ്റേ തന്നിട്ടുള്ളത്. ഞാൻ അതിൻ്റെ മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടെ, ഞാൻ ഈ യാത്രേൻ്റെ മുന്നേ ഓരോ നാട്ടിലത്തെ ആളുകളെ കുറിച്ച്, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ കാലാവസ്ഥ ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 62% ഷിയ കമ്മ്യൂണിറ്റിയാണ് ഇറാനിലുള്ളത്. അവർ ബാങ്കൊക്കെ വ്യത്യസ്തമായ ബാങ്കും നിസ്കാരമൊക്കെ കഴിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ അവരെ വിശ്വാസം, നമ്മളെ വിശ്വാസം, നമ്മൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മളെ വിശ്വാസം ഇതിനൊക്കെ തരണം ചെയ്യേണ്ടെന്നുള്ള പ്രിപ്പറേഷനിലാണ്. അത്രയും മൈൻഡ് സെറ്റാക്കിയിട്ട് തന്നെ ഞാൻ പോകുന്നത്. എന്ത് വന്നാലും നേരിടാം. പല രീതിയിലുള്ള കമ്മ്യൂണിറ്റിയിലെ നമ്മളിലുള്ളത് പോലെ തന്നെ പല ഗ്രൂപ്പീസ് അവരുടെ ഇതിലുണ്ട്. അവർ യാത്രേൻ്റെ മുന്നേ ഞാൻ മനസ്സിലാക്കിയ ഇറാൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുമ്പോൾ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന അലിയം വലിയുള്ള എന്നാണ് അവരെ ബാങ്ക് നേരുന്നു ഞാൻ കേട്ടത്. അതാണ് കേട്ടത്. അല്ല, നമ്മൾ ഇറാൻ എന്ന് പറഞ്ഞാൽ ഷിയാക്കളാണ്, അങ്ങനെയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂലിനെ അംഗീകരിക്കുന്നവരാണ്. ഈ 1 മാസം 4 ദിവസമോ ഇറാനിൽ നടന്നിട്ട് ഒരിക്കൽ പോലും ഞാൻ ഇപ്പം നേരത്തെ കൊടുത്ത ബാങ്ക് കേട്ടിട്ടില്ല. ഞാൻ കേട്ടത് എന്താണ്? അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അഷ്ഹദു അന്ന അലിയം വലിയുള്ള. അതായത് മുഹമ്മദ് റസൂലുള്ളാഹിനെ ഒരു അതായത് ഇന്ത്യയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു അംഗീകരിക്കുന്നില്ല എന്ന് പലരും എന്നോട് ഇങ്ങനെ ഹിന്ദിയിൽ സംസാരിക്കുന്ന സമയത്ത് പറയും. പക്ഷെ ഞാൻ പറയും, ഞാൻ നടന്നു പോയടത്ത് എനിക്ക് അങ്ങനത്തെ ഒരു ബാങ്ക് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളെ കിതാബിൽ നിങ്ങൾ ഇറാനിൽ പോയിക്കണോന്ന് ചോദിക്കും, അപ്പം ഇല്ല എന്ന് പറയാം. അപ്പം ഞാൻ പോയപ്പോൾ ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ ചിലപ്പോൾ 2022 ഞാൻ പോയപ്പോൾ മാറിയതേ കാരണം. അല്ലാതെ അവരോടൊക്കെ ഞാൻ എന്താ പറയുക. ഞാൻ മനസ്സിലാക്കിയ ഇറാൻ, ഞാൻ മനസ്സിലാക്കിയ ഷിയ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവരൊരു ഇമാമിനെ പ്രതീക്ഷിച്ചു, മഹദി ഇമാമിനെ. തൂണിലും തുരുമ്പിലും ബ്രിഡ്ജിലും ഒക്കെ ലബ്ബൈക്ക് ആ മഹദീനെ എതിരുണ്ടാവും, കാത്തിരിക്കണം. ചെറിയ മക്കളോടൊക്കെ നിങ്ങൾ ആഗ്രഹം എന്താ? എന്നോട് ചോദിക്കും, നിങ്ങൾ എന്തിനങ്ങൾക്ക് പിരാന്തുണ്ട് ഇങ്ങനെ നടക്കാനെന്ന്. ചെറിയ മക്കൾ അതവ് കുറച്ച് കുറവാണ് അവർ. പിന്നെ അവരിൽ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രവണത ഞാൻ പലരിലും കണ്ടിട്ടുണ്ട്. ഞാൻ അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയല്ല, ഞങ്ങൾ വലത് കൈയായിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ അടുത്ത വീട്ടിൽ ചെല്ലുമ്പോഴും അടുത്ത ദിവസം കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഇടത് കൈ കൊണ്ട് വരും ഇങ്ങനെ ഭക്ഷണം കഴിക്കുക. എനിക്കറിയില്ല അതിൻ്റെ ഗുട്ടൻസ് എന്താണ്. അപ്പോൾ മക്കളോട് ഞാൻ ചോദിക്കും, നിങ്ങൾ ആഗ്രഹം എന്താണ്? അപ്പം മക്കൾ പറയേ, ഞങ്ങൾക്ക് മിലിറ്ററി ആവണം. അവർ ഒരു ഡിഫൻഡിനെ, ഗവൺമെന്റിനെ സപ്പോർട്ട്, ഷഹീദ് ആവണം, ഇതൊക്കെയാണ് അവരൊരു കൺസെപ്റ്റ്. എന്തുകൊണ്ടാണ് രാജ്യം യുദ്ധത്തിൽ പിടിച്ചു നിൽക്കുന്നു മറുപടി സത്യം. അതായത് ഞാൻ മനസ്സിലാക്കി ഇറാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പുസ്തകത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ യാത്രയിൽ ഉടനീളമുള്ള ഒരു പുസ്തകം ഞാൻ എഴുതുന്നുണ്ട്. അതായത് എൻ്റെ യാത്രയെ കുറിച്ചിട്ടുള്ള സ്റ്റാർട്ടിങ് മുതൽ, ഞാൻ പ്രിപ്പറേഷൻ മുതൽ അവസാനം വരെ. പക്ഷേ ഞാൻ നടന്ന ഇറാൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു പുസ്തകം വരുന്നുണ്ട്. അത് ഇറാനിലെ മാത്രം, അത് ഒരു പുസ്തകമല്ല, 2 പുസ്തകത്തിനുള്ള അനുഭവങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ഇത്ര സ്നേഹം കിട്ടി, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ നടുവിൽ ഇങ്ങനെ ഞാൻ നടന്ന് ഇന്നിങ്ങനെ രാജാക്കന്മാരമായിരിക്കും ബോർഡറിൽ കൊണ്ടുപോയി വെച്ചു തന്നു. ഒറ്റപ്പെട്ട സമയത്തൊക്കെ ഫാമിലി, നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യം ചിന്തിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പടച്ചോനെ, ഞാൻ രാജാക്കന്മാരമാതിരി മന്ത്രിമാരമായിരിക്കും ഇന്ത്യയിൽ നടന്നത്. പോലീസ് എസ്കോർട്ടും മിലിറ്ററി എസ്കോർട്ടും ആയിട്ട് ആളുകളുടെ പിന്തുണയും കാര്യങ്ങളുമായിട്ട് നടന്ന ഞാൻ ഒറ്റക്ക് വെള്ളം കിട്ടാതെ, ഓറഞ്ച് ഉണ്ട് പക്ഷെ -14 ആയതുകൊണ്ട് ഓറഞ്ച് ഐസാണ്, എനിക്ക് കടിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ കടിച്ച ഓറഞ്ച് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ചുണ്ട് പൊട്ടിയിട്ടില്ല. ഇടയ്ക്കൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ കണ്ടിട്ടും ഏറെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ വീട് ആലോചിച്ചിട്ട് ഞാൻ കരയാൻ എനിക്ക് പേടിയായിരുന്നു. കണ്ണീര് തട്ടിയാൽ വരെ ഇവിടെ വേദനിക്കുന്ന രീതിയിലുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ചിലരൊക്കെ പറയും, ശരീരത്തിനെ വേദനിപ്പിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ഇവിടെ നമ്മൾ ആഗ്രഹത്തിനെ, നമ്മളെ നീയത്തിനെ, നമ്മളെ പ്രയത്നത്തിന് പൂർത്തീകരിക്കാൻ വേണ്ടി എഫേർട്ട് ചെയ്യുമ്പോൾ, ഞാൻ കാശ്മീർക്ക് പോകണതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹറാമിലേക്ക് നടക്കുന്നതോ അല്ലെങ്കിൽ മൗണ്ട് എവറസ്റ്റിലേക്ക് പോകാനോ അല്ലല്ലോ ഞാൻ നിയത്തെടുത്തത്. എൻ്റെ ഇഷ്ടം മറ്റുള്ളവരൊക്കെ അങ്ങനെ പോയിക്കോട്ടെ, എനിക്ക് അള്ളാഹിൻ്റെ റസൂലിൻ്റെ മദീനത്തേക്ക് എത്തണം, അള്ളാഹു തന്ന ആരോഗ്യം എനിക്കുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലും ലീഗലായിട്ട് നാട്ടുനടപ്പ് പ്രകാരം ലീഗലായിട്ട് പേപ്പർ വർക്ക് തയ്യാറാക്കിയിട്ടും ഓരോ വാക്കിംഗ് പെർമിഷനും വിസയും കയ്യിൽ വെച്ചിട്ടുള്ള ഞാൻ പോണത്. അതിനെ എതിർക്കാൻ ഈ ഗവൺമെൻറ്റിനെ അല്ലാതെ ആർക്കാ സാധിക്കുക? അള്ളാഹ് തീരുമാനിക്കണം ഈ യാത്ര പോകരുതെന്ന്, അല്ലാതെ ആരെ കൊണ്ടും ഇതെടുക്കാൻ പറ്റില്ല. അപ്പം നമ്മളെ പ്രിപ്പറേഷനും നമ്മളെ കാര്യങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ യാത്രയിൽ എനിക്ക് ഉറച്ചൊരു തീരുമാനം ഉണ്ടായിരുന്നു, എന്ത് പ്രതിസന്ധി വന്നാലും പിന്നോട്ട് ഞാൻ കാല് വെക്കൂലാന്ന്. ഒരിക്കൽ പോലും ഞാൻ വെച്ച കാല് ബാക്കിലേക്ക് എടുത്തിട്ടില്ല. അതൊരു സത്യമായിരുന്നു. ഇപ്പൊ നമ്മൾ കൊള്ളക്കാര് അല്ലെങ്കിൽ കവർച്ചംഗങ്ങളൊക്കെ പറഞ്ഞു, അതുപോലെ വന്യമൃഗങ്ങൾ ഏതെങ്കിലും രാജ്യത്തു നിന്നോ നേരിടേണ്ടതോ അല്ലെങ്കിൽ അതിന്റെ അങ്ങനെ പാകിസ്ഥാൻ്റെ ട്രാൻസിറ്റ് വിസ കിട്ടണം എനിക്ക്.
ട്രാൻസിറ്റ് വിസ എന്ന് പറഞ്ഞാൽ 72 മണിക്കൂറാണ്. അങ്ങനെ എൻട്രി കിട്ടി 3 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടുന്ന് എക്സിറ്റ് ആവണം എന്നാണ്. അതായത് ട്രാൻസിറ്റ് വിസയും ടൂറിസ്റ്റ് വിസയും. ഞാൻ യാത്ര പോകുന്നതിന് മുമ്പ് എടുത്ത പെർമിഷൻ ടൂറിസ്റ്റ് വിസയാണ്. ടൂറിസ്റ്റ് വിസക്ക് ഇങ്ങനൊരു ഡിപ്ലോമാറ്റിക് ലെവലിൽ അറിയപ്പെട്ടൊരു ആൾ എന്നുള്ളതിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് പോലും പറഞ്ഞത് എന്നോട്, പിന്നെ പാകിസ്ഥാനിൽ വാഗ ബോർഡർ വഴി എൻട്രി ചെയ്യാം. എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് 4 മാസം 8 ദിവസം ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. വെറും 9ാമത്തെ ദിവസം എനിക്ക് വിസ കിട്ടും. കാരണം എൻ്റെ ജ്യേഷ്ഠൻ അവിടെ ഹൈക്കമ്മീഷനിൽ ഉണ്ടല്ലോ പാകിസ്ഥാൻ. എൻട്രി ചെയ്ത് അതേ ബോർഡർ വഴി ഈ വിസന്റെ കാലാവധി കഴിഞ്ഞതിന് മുമ്പ് റിട്ടേൺ ഇന്ത്യയിലേക്ക് വരണം എന്നുള്ളതാണ് ടൂറിസ്റ്റ് വിസന്റെ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഒരു കരാർ. അത് നമ്മൾ പാലിക്കൽ നമ്മൾ നിർബന്ധം. പക്ഷെ എൻ്റെ പർപ്പസ് ഒരിക്കലും കറങ്ങാൻ പോകല്ലോ. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാൻ. എനിക്ക് ട്രാൻസിറ്റ് ചെയ്യണം. അവിടുന്ന് എനിക്ക് ഇറാനിലേക്ക് പോകണം, ഇറാഖിലേക്ക് പോകണം, കുവൈത്ത് കടന്ന് സൗദി അറേബ്യ എത്തണം. അതാണ് എൻ്റെ പ്ലാൻ. എൻ്റെ പ്ലാനല്ലേ, നമ്മൾ പ്രിപ്പയർഡ് ആണല്ലോ അതിന്. അതാണ് നമ്മളെ ലക്ഷ്യം. പാകിസ്ഥാൻ ഇതിൽ വഴിയിൽ പാകിസ്ഥാൻ വന്നത് എൻ്റെ തെറ്റല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റൊന്നും അല്ലല്ലോ. എൻ്റെ വീട്ടിൽ നിന്ന് അള്ളാൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വഴിയിൽ പാകിസ്ഥാൻ ഇറാനൊക്കെ ഉണ്ട്, ബോർഡേഴ്സ് മനുഷ്യന്മാരുണ്ടാക്കിയതല്ലേ. പക്ഷെ അതിജീവിക്കും, പാകിസ്ഥാനിൽ കാല് കുത്തും, 2 റക്അത്തെങ്കിലും നിസ്കരിക്കും എന്നൊക്കെ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ കുറേ പ്രയത്നിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കാത്തിരുന്നിട്ടുണ്ട്. എത്ര ദിവസം പാകിസ്ഥാനിൽ? 3 ദിവസമാണ്. 72 മണിക്കൂറാണ് എനിക്ക് നടക്കാൻ പോലും സമ്മതിച്ചത്. വിസ, ട്രാൻസിറ്റ് വിസന്റെ കാലാവധി. പക്ഷെ അവരെന്നോട് കയറുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, പാകിസ്ഥാനിലെ എഗ്രിമെന്റ് തയ്യാറാക്കാൻ ഞങ്ങൾ അവസാനമായിട്ട് എഗ്രിമെന്റ് തയ്യാറാക്കി, എന്ത് സംഭവിച്ചാലും അവർ ഉത്തരവാദിയല്ല. പാകിസ്ഥാനിൽ എൻട്രി ചെയ്താൽ ജീവഹാനി സംഭവിച്ചാലും അവർ ഉത്തരവാദിയല്ല. അന്ന് എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല പാകിസ്ഥാനിൽ കയറുമ്പോൾ. എൻ്റെ ജ്യേഷ്ഠനും ഞാനും സാക്ഷികളായിട്ട് ഒപ്പിട്ട് കൊടുത്ത പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ട്രാൻസിറ്റ് വിസ കിട്ടുന്നത്. പാസ്പോർട്ടിൽ ഇന്നും ട്രാൻസിറ്റ് വിസയിലുണ്ട്. ഈ വിസയിൽ തന്നെ 72 മണിക്കൂറാണ് അതിൻ്റെ സമയം. ഇത് കയറി എൻട്രി അതിൻ്റെ ശേഷം എക്സ്റ്റെൻഡ് ചെയ്ത് തരാം. അതായത് അവിടുത്തെ സിറ്റുവേഷനുകൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് തരാം. അവർ ഉദ്ദേശിച്ച സിറ്റുവേഷൻ എന്താണെന്നൊന്നും നമുക്കറിയില്ലെങ്കിലും നമുക്ക് ആ ഒരു കടക്കണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ നമ്മൾ ഇതൊക്കെ എഗ്രിമെൻ്റ് ഒക്കെ എഴുതി ഒപ്പിട്ട്, കാരണം തിരിച്ചു വരാൻ പോയ ആളൊന്നുമല്ലല്ലോ, നമ്മൾ ഒപ്പിട്ടിട്ട് തന്നെ കടന്നത്. പക്ഷെ 18 കിലോമീറ്ററോളം വാഗ സിറ്റി മുതൽ ലാഹോർ വരെ റോഡ് ബ്ലോക്കായി. അവിടെ അത്ര ആളുകൾ നമ്മൾ കാത്തിരിക്കാനും, മിലിറ്ററി ആളുകൾ, ഒരു അൺകൺട്രോൾ ക്രൗഡായിരുന്നു അവിടെ. നമ്മുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ സെയിം ഹൈറ്റിലുള്ള ആളുകൾ നമ്മളെ കൂടെ ക്രൗഡ് ആകുമ്പോൾ പാകിസ്ഥാനിൽ നമ്മളെക്കായി ഉയരം കൂടിയ ആളുകൾ നമുക്കൊന്നും നടക്കാനോ ഒന്ന് വെള്ളം കുടിക്കാനും പോലും പറ്റാത്ത അത്ര സ്നേഹം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരൊരു സ്പിരിച്വൽ ഇതേക്കാരം ഒരു ഞാൻ ആ ചോദ്യത്തിലേക്ക് വന്നു. ഞാൻ പാകിസ്ഥാൻ എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഈ വാർത്തകളിലും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയപരമായ ചർച്ചകൾ മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ കാണുന്ന ഒരു പാകിസ്ഥാൻ എന്നാൽ ഗ്രേഗ് മോർട്ടിസിന്റെ ഒരു പുസ്തകമുണ്ട്, 3 കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. അതിൽ അമേരിക്കക്കാരനായ ഒരാളവിടെ മൗണ്ടെയിൻ കയറാൻ പോകുന്നതും വഴി തെറ്റിയിട്ട് പാകിസ്ഥാനിലെ ഒരു ഗ്രാമത്തേക്ക് എത്തിച്ചേരാണ്. ഒപ്പര് അവിടുത്തെ സിറ്റുവേഷനെ കണ്ടിട്ട് പാകിസ്ഥാനിൽ കുറെ കാലം താമസിക്കുക, അവിടെ പെൺകുട്ടിക്ക് സ്കൂൾ ഉണ്ടായി കൊടുക്കുക, അതൊക്കെയാണ് നമ്മൾ കാണുന്ന പാകിസ്ഥാനേ അല്ല പുസ്തകത്തിലെ പാകിസ്ഥാൻ. അതിൽ 3 കപ്പ് ഓഫ് ടീ എന്ന് പറയാൻ തന്നെ കാരണം ആ ഗ്രാമത്തിന്റെ മുഖ്യൻ അയാളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ആദ്യ തവണ ഞങ്ങളുടെ കൂടെ ചായ കുടിക്കുമ്പോൾ നിങ്ങളൊരു അപരിചിതനാണ്, 2ാമത്തെ തവണ ഞങ്ങളോട് ചായ കുടിക്കുമ്പോൾ ഞങ്ങൾ അതിഥിയാണ്, 3ാമത്തെ തവണ ചായ കുടിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഫാമിലിയാണ്, ഫാമിലിക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യും പറയുന്ന. അങ്ങനെ ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് പാകിസ്ഥാൻ കാണാൻ വലിയ കൊതി വരും. അപ്പോൾ പാകിസ്ഥാനിലെ മനുഷ്യർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പത്രത്തിൽ കാണുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള തർക്കങ്ങൾ, അതിർത്തി തർക്കങ്ങൾക്ക് അപ്പുറത്തേക്ക് പാകിസ്ഥാനിലെ മനുഷ്യർ എങ്ങനെയാണ് അവിടെ? അതിൽ നമ്മളെ ഇപ്പോൾ ഒരു ഹിന്ദിയിൽ ഉറുദുവിലൊരു വേർഡ് ഉണ്ട്, മെഹമാൻ നവാസി. അതായത് അതിഥികളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇറാൻ ആവട്ടെ പാകിസ്ഥാൻ ആവട്ടെ, നമ്മളൊരു കേരളം കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ കർണാടകൻ്റെ ഒരു പകുതി കഴിഞ്ഞാൽ മുതൽ നമുക്ക് ഈ ഒരു കൾച്ചർ നമ്മളെ കശ്മീരിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കാശ്മീർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന, അതായത് കൾച്ചർ ബേസ്, അതിഥികളെ സ്വീകരിക്കാൻ കാശ്മീരിൽ ഇവിടുന്ന് ടൂർ പോകുന്ന ആളുകളൊക്കെ ഒരിക്കലും അവരെന്തല്ല, നമ്മളൊരു അന്യരായിട്ട് അവർ കാണൂല. കാശ്മീർ ഭക്ഷണം കൊണ്ടും സുലഭമായ ഭക്ഷണം അവർ തിന്നുന്നതിനേക്കാൾ ഒന്നുപാടെ എക്സ്ട്രാ നമ്മളെ കൊണ്ട് ചെയ്യുന്നു. അതായത് നമുക്ക് ഈ കർണാടക കഴിഞ്ഞ മുതൽ തന്നെ നമുക്കൊരു നോർത്തിൻ്റെ ഒരു ഫീലിങ്സ് ആണത്. നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ 148 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ 6 രാജ്യങ്ങളിലാണ് ഞാൻ നടന്നിട്ടുള്ളത്, ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ. പാകിസ്ഥാന് 3 ദിവസമേ നടക്കാൻ പറ്റിയിട്ടുള്ളൂ, അത് നമ്മൾ ഫുള്ളാക്കിയിട്ടില്ല. 3ാമത്തെ ദിവസം അവർ പറയാണ്, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അന്നാണ് ഇമ്രാൻഖാൻ എന്ന് പറഞ്ഞ എക്സ് മിനിസ്റ്റർ കാലിൽ വെടികൊണ്ട്, ഞാനന്ന് പാകിസ്ഥാനിലുള്ള സമയമാണത്. അപ്പോൾ അത്രയും ഡേഞ്ചർ ആയിട്ട് സ്വന്തം എക്സ് മിനിസ്റ്റർക്ക് സേഫ്റ്റി കൊടുക്കാൻ പറ്റാത്ത അവര് ഇന്ത്യക്കാരനായ, അതും കേരളക്കാരനായ, ഒരു എത്തും പിടിയില്ലാത്ത ഒരു സാധാരണക്കാരനായ, ലോകം കണ്ട് പരിചയമില്ലാത്ത ഇന്നെ എങ്ങനെ അവർ, അത് ഏറ്റവും അവരൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള, അവർ ഇതിലൊക്കെ പേപ്പറിൽ മെൻഷൻ ചെയ്തൊരു കാര്യം ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലം. ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ പ്രവിശ്യ
അവിടുത്തെ ഗവൺമെന്റിന് അംഗീകരിക്കാത്ത ഒരു തരം ജനങ്ങളാണ്. എനിക്ക് അല്ലാത്തോടത്ത് ലാഹോറിലും കറാച്ചിയിലും ഒക്കെ എനിക്ക് മലബാർ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് 140ഓളം വീടുകൾ എനിക്ക് പെർമിഷനൊക്കെ ഹൈക്കോർട്ടിലൊക്കെ അവർ സ്വയം ഞാൻ അറിയാതെ പോയിട്ടുണ്ട് അപ്പീൽ എനിക്ക് വേണ്ടിയിട്ട്. എനിക്ക് എന്തുകൊണ്ട് പാകിസ്ഥാൻ വിസ തരുന്നില്ല? പക്ഷെ ഞങ്ങളുടെ ഇടയിൽ എന്തുണ്ട്, കറക്റ്റ് ധാരണ ഉണ്ട്. 90 ദിവസം കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, മീഡിയകൾക്ക് ഫേസ് കൊടുക്കരുത്. ഇത് ഞങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ് ഉണ്ട്. ഇത് അവരെ കൊണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാണ്, ഇത് ദിവസം കൂടി കൂടി പോവുക ചെയ്യുന്നത്. ഈ 90 ദിവസം 4 മാസമായി. 3 മാസമുള്ളത് പിന്നെ 4 മാസം 8 ദിവസം, 1 മാസം 8 ദിവസം ഇങ്ങനത്തെ ആളുകൾ, അതായത് ഇന്ത്യയിലുള്ള ചില ആളുകൾ പ്രസംഗത്തിലൂടെ പാകിസ്ഥാൻ ഇങ്ങനത്തെ ഒരു നാടാണെന്നുണ്ടെങ്കിലും പിന്നെ പഞ്ചാബിൽ നിന്നൊരാൾ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഇത്രയും വൃത്തികെട്ട ഒരു നാട്, ഒരു മുസ്ലിം ഹജ്ജിന് പോകുമ്പോൾ ഇതാക്കുന്ന ഒരു നാട് എന്ന് പറഞ്ഞിട്ട് അത് കാരണത്താൽ എനിക്ക് കുറേ ദിവസം അവർ ആ ഒരു ക്ലിയറൻസ് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ആ സമയത്ത് ആളുകൾക്ക് ഇതിൻ്റെ അപ്ഡേഷൻ കിട്ടാതിരിക്കാനുള്ള മെയിൻ കാരണം നമ്മൾ തമ്മിലൊരു ധാരണയിലായിരുന്നു. എന്ത്, ഒരു കാരണവശാലും മീഡിയക്ക് ഫേസ് കൊടുക്കാൻ പാടില്ല. നമുക്ക് തന്നെ ഇവിടെ പ്രശ്നം, എന്ത് പറ്റി അയാള് സമയത്ത് ഞങ്ങൾ ഇവിടെ അതൊക്കെയാണ് എന്താണ് പറ്റിയ വീഡിയോസ് ഒന്നും കാണുന്നില്ല, എന്ത് പറ്റി, നമുക്ക് തന്നെ വേവലാതിയായിരുന്നു ഇവിടെ. ആ ഒരു 4 മാസമായിരുന്നു അത് അവരുമായിട്ടുള്ള ഒരു ചർച്ചന്റെ. ഇന്ത്യൻ എംബസിയും എസ് ജയശങ്കർ ആണല്ലോ വിദേശകാര്യ മന്ത്രി, നമ്മളെ അവരുമായി ബന്ധപ്പെട്ട ഓഫീസ് സ്റ്റാഫുകളും നമ്മളായിട്ടുള്ള കറക്റ്റ് നമ്മൾ നിയമത്തിന്റെ രീതിയിലേ നമ്മൾ പോയിട്ടുള്ളൂ. ആളുകളെ സന്തോഷിപ്പിക്കാനും തൃപ്തിപ്പെടുത്താനും നമ്മളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ആളുകളെ മനസ്സിൽ ഇങ്ങനെ കയറി ഒരു ഇഷ്ടം മദീനയിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ മാതിരിക്കല്ല പുറത്തുള്ള നോർത്തിലുള്ള ആളുകൾ, അവർക്ക് ഒരു ഇഷ്ക് കൂടുതലാണ് മദീനയോടായാലും. ഇപ്പം നമ്മളൊരു മദീന എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ രോമങ്ങളൊക്കെ ഇങ്ങനെ പൊന്താൻ തുടങ്ങും. നമുക്കില്ലാത്തൊരു തരം ഈമാൻ അവർക്ക്. നമുക്ക് ഇൽമുണ്ട്, ഈമാൻ കുറവാണ്. ഇഷ്ക് കൂടുതലാണ്, അവർക്ക് ഈമാൻ ഉണ്ട്, ഇൽമു കുറവാണ്, കോമൺ സെൻസ് കുറവാണ്. അതൊക്കെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാറില്ല. ഞാൻ അവരിൽ കൂടുതൽ സമയം അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അവർക്ക് കോമൺ സെൻസ് ഇല്ല. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് അവർ തൻ്റെ കാര്യം ചെയ്യാതിരിക്കില്ല. പിന്നെ ഒരാൾ വന്നിട്ട് ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ നാട്ടിലത്തെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റമദാൻ മാസം 1 ഞാൻ പള്ളിയിലേക്ക് ഇങ്ങനെ പോവുക. അപ്പോൾ ഞാൻ അതുവരെ പള്ളിയിലൊന്നും പോകാത്ത ഒരാളാണ്. അപ്പോൾ പള്ളിയിൽ കുറച്ച് കാരണന്മാരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പള്ളീൻ്റെ പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ ഓല് ഇനിയിപ്പോൾ ഞാൻ പള്ളിക്ക് റമദാൻ മാസമായിട്ട് വന്നു എന്ന് വിചാരിച്ചു വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ എൻ്റെ പേരിൽ പോയിട്ട് ഇഷ്ടം പോയി നിസ്കരിക്കും, അല്ലെങ്കിൽ ഞാൻ പള്ളിക്ക് കയറാത്തൊരു സാധ്യത. അത് എനിക്കെന്താണ് ഒരു കോമൺ ആയിട്ട് ഞാൻ ചിന്തിക്കുകയാണ്. എൻ്റെ സെൻസ് അങ്ങനെയാണ് തോന്നുന്നത്. ബാക്കിയുള്ളവരും കൂടി ചിന്തിച്ചിട്ട് ഞാൻ ഇപ്പോൾ വലിയൊരു നിസ്കാരക്കാരത്തി ആവാൻ പോവുകയാണ് എന്നുള്ളൊരു ചിന്ത വരും, അല്ലെങ്കിൽ റമദാൻ മാസം നന്നായി എന്നുള്ളൊരു ഇത് വരുമോ എന്ന് തോന്നാണ്. പോലെ അങ്ങനെയല്ല. പിന്നെ പോലത്തെ ഒരാൾ കിട്ടുമ്പോൾ ആളുകളുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പ്രോഗ്രാമിലാണോ, സ്റ്റേജിലാണോ, അല്ലെങ്കിൽ വലിയ ആലിമിൻ്റെ മുന്നിലാണോ, സെയ്തന്മാരെ മുന്നിലാണോ എന്നൊന്നുമില്ല. ഓല് വന്ന് ഓൽക്ക് ക്യാമറ ഓണാക്കി ഫോട്ടോ പിടിക്കണം. മറ്റുള്ള ചുറ്റിനുള്ളതൊന്നും അവർക്ക് പറഞ്ഞ ഒരു കോമൺ സെൻസ് ഉണ്ടാവുമല്ലോ. അത് അവർക്ക് അവർ എഡ്യൂക്കേഷൻ്റെ പ്രശ്നമായിരിക്കാം, പക്ഷെ അവർ ഹൃദയം ഭയങ്കര ഇതാണ്, നിഷ്കളങ്കമായ ഹൃദയമുള്ള ആൾക്കാരാണ്. അത് അവരെ മെഹമാൻ നവാസിൽ ഞാൻ നേരത്തെ പറഞ്ഞ വേർഡാണ്. അവർ അതിഥികളെ സ്വീകരിക്കുന്ന സംഭവത്തിലാണെങ്കിലും ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് ഇന്ത്യൻ്റെ ഒരു കൾച്ചർ ഞാൻ പഠിച്ചത്. ഓരോ ദിവസം പുതിയ പുതിയ മുഖങ്ങൾ, പുതിയ പുതിയ വസ്ത്രം ധരിച്ച പലതരത്തിലുള്ള വസ്ത്രധാരണയാണല്ലോ. ഓരോ സംസ്ഥാനത്ത് പല ഓരോ ദിവസം കഴിയുമ്പോഴും പുതിയ പുതിയ ഭക്ഷണം, പുതിയ കാലാവസ്ഥ, പുതിയ ജനങ്ങൾ, പുതിയ ഭാഷ, പുതിയ പ്രൊണൗൺസിയേഷന്, പുതിയ സ്ലാങ്ങിലാണല്ലോ, പുതിയ ഭക്ഷണങ്ങൾ. ഇത് എന്നും ഞാനിങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കൊരു ദിവസം ഞാൻ നടന്നിട്ടാണ് പോകുന്നത്, വണ്ടിയിൽ പോകുന്ന ആളുകളെ മാതിരിക്കല്ല ഞാൻ. എല്ലാം ടച്ച് ചെയ്ത് ഹേർട്ട് ചെയ്തിട്ട്. അതാണ് ആളുകൾക്ക് ഇന്ന് അത്ര കണ്ട് അറ്റാച്ച് ആവാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ അവരിലൂടെയാണ് സഞ്ചരിക്കും. മറ്റൊരാൾ വണ്ടി പോകുമ്പോൾ ഒരു പക്ഷേ ഇനിയിപ്പോൾ ട്രെയിനിലാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഇവിടുന്ന് നമ്മളൊരു പൊസിഷന്, അവിടുന്ന് നമ്മളെ ഡെസ്റ്റിനേഷന്, ഇതിൻ്റെ ഇടയിലുള്ളതൊന്നും. പക്ഷെ ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ കൾച്ചറും ഫീൽ ചെയ്ത് നടക്കാൻ ഏറ്റവും കൂടുതൽ നടന്ന രാജ്യമാണ് ഇന്ത്യ. 3000 ചില്ലറ 4000-ഓളം അടുത്ത കിലോമീറ്റർ നടന്നു, 3 ചില്ലറ മാസം പിടിച്ചു. അപ്പം ഞാനിവിടുന്ന് ഇറങ്ങി ഞാൻ പഞ്ചാബിലേക്ക് എത്തുന്നതിന് മുമ്പേ മറ്റ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ കൾച്ചറും മറ്റ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ ഭാഷകളൊക്കെ ഞാൻ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. ഉറുദൊക്കെ എനിക്ക് അത്യാവശ്യം പിടിച്ചെടുക്കാനുള്ള ഉറുദു അറിയുന്നുണ്ടായിട്ടുള്ളൂ. പക്ഷെ യാത്രയിൽ ഇങ്ങനെ ഞാൻ ഇവരിലൂടെ നടന്ന് സംസാരിച്ച്, അവർ പോലീസുമായിട്ട് സംസാരിക്കും. പിന്നെ ആദ്യമൊക്കെ എൻ്റെ പ്ലാനിൽ, ഞാൻ എഴുതി വെച്ച പ്ലാനിലാണല്ലോ, 2022 ജൂണിൻ്റെ മുന്നേ ഞാൻ ഇറങ്ങുന്ന മുന്നേ നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ചോദിക്കുകയാണ്. അപ്പം നിങ്ങൾ ഒരു ഇൻ്റർവ്യൂ നടത്തുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, എന്ത് നിങ്ങൾ ഇങ്ങനെ പോയി 1 മാസം കഴിഞ്ഞ് നിങ്ങൾ എവിടേക്കാരെന്ന്. അപ്പം എനിക്ക് കറക്റ്റ് പറയാൻ പറ്റുന്നുണ്ട്. 1 മാസവും ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ നടക്കേക്കാരം, ഇന്ന സ്ഥലത്ത് വാപ്പി എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കേക്കാരം എന്ന് പറയാം. അത്രയും ഞാൻ പഠിച്ചിരുന്നു ഇതിനെക്കുറിച്ചിട്ട്. മാനുവലായിട്ട് എങ്ങനെ പോകണം, എത്ര കിലോമീറ്റർ നടക്കണം, ആ നടക്കുന്ന സമയത്ത് ആ നാട്ടിലെ കാലാവസ്ഥ മഞ്ഞാണോ ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ചത് മാത്രമല്ല, മാനുവലായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ
7 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒക്കെ മാഹോല് മാറിപ്പോയി. ആളുകൾ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക. ഇതിങ്ങോട്ട് പബ്ലിക്കായി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. ഇതൊന്നും ഞാൻ വിളിച്ചു വരുത്തിയ. പലരും പറഞ്ഞു ഷിയാബ് യൂട്യൂബിൻ്റെ ആളുകളെ കൊണ്ടുപോയെന്ന്. ഇന്ന് ഒരാൾ ഇന്ന് അവർ വന്നിങ്ങാണ്ട് പറയുന്നില്ലല്ലോ ഇന്ന ഷിയാബ് കൊണ്ടുപോയതാണ്. സ്വാഭാവികമായിട്ടും ഇപ്പം യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരാൾക്ക് എന്താണോ അതിൻ്റെ കണ്ടന്റ്, അന്ന് ആളുകളുണ്ട്. അപ്പം ഇങ്ങനെ പുറകെ വന്നിട്ട് അവർ കണ്ടന്റ് ഇടും, അവർക്ക് റീച്ച് ഉണ്ട്. അവരൊന്നും ഞാൻ മുൻപരിചയമുള്ള ആളുകളല്ല. എൻ്റെ യാത്രേൻ്റെ സീക്രട്ടൊന്നും ഞാൻ ഒരാൾക്കും പങ്കുവെച്ചിട്ടില്ല. ഞാനും റബ്ബും ഞാനും എൻ്റെ ഫാമിലി, എൻ്റെ ഉറ്റ സുഹൃത്തുക്കളല്ലാത്ത എൻ്റെ ജ്യേഷ്ഠൻ പോലത്തെ ആളുകളല്ലാത്ത ഒരാൾക്കും നമ്മളിത് സീക്രട്ടൊന്നും വിട്ടില്ല. പിന്നെ അതിങ്ങനെ പബ്ലിക്കായപ്പോൾ എനിക്ക് മനസ്സിലായി. പോലീസുകാർ പറയാൻ തുടങ്ങി ഇന്ന് 35 നടക്കാൻ പറ്റുള്ളൂ കേട്ടോ, ഇന്ന് 20 നടന്നിട്ട് ഇന്ന സ്ഥലമുണ്ട് അവിടെ നിൽക്കണം, അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ഡേഞ്ചർ ആട്ടോ എന്ന് എൻ്റെ കൺട്രോളിൽ നിന്ന് അങ്ങോട്ട് വിട്ടു. അപ്പോൾ സാഹചര്യങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം മാറുക, ഞാൻ പറയാനത്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും ഈ യാത്രയിൽ നടന്നിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കാത്ത, നമ്മൾ എന്തേ ചെയ്തിട്ടുള്ളൂ, ഇന്നമൽ ആമാലു ബിൻ നിയ്യാത്ത്, നീയത്തൊന്ന് ശരിയാക്കിയിട്ട് മക്കത്തുക്ക് മതിയെന്തും എനിക്ക് നടന്നു പോകണം എന്നുള്ളൊരു ദൃഢനിശ്ചയം നമ്മൾ എടുത്തിട്ടുള്ളൂ. പിന്നെ റബ്ബ് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോയി എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഷയുടെ. നമ്മൾ പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മളെ കൂടെ ട്രാൻസ്ലേറ്റർമാരോ വേറെ ആളുകളൊന്നുമില്ല, പല ഭാഷകൾ സംസാരിക്കുന്ന പല നാടുകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു അവസ്ഥയെ ഇപ്പോൾ ഇതുപോലെയൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നു, ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചു, അവരുടെ ഭാഷ എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് മുന്നിലുള്ള ഒരു സ്നേഹത്തോടെ വിളമ്പിയ ഭക്ഷണം മാത്രമേ നമ്മൾ മുന്നിലുള്ളൂ. അപ്പോൾ അവിടെ ഒരു സ്നേഹത്തിന്റെ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് സ്നേഹത്തിന്റെ ഒരു സംഭാഷണമായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാണ്. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല? സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞേ, ഞാനിപ്പോൾ എല്ലാം സംസാരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭാഷ ഫാർസിയാണ്, നിങ്ങളൊരു ഇറാനിയൻ പൗരനാണ്, ഞാൻ നിങ്ങളെ മുന്നിൽ അതിഥിയായിട്ട് എത്തുകയാണ്. ഞാൻ നിങ്ങളെ ഫാർസി എനിക്ക് സംസാരിക്കാൻ അറിയില്ല. അവിടെ ഞാൻ ഇരുന്നിട്ട് നിങ്ങൾ എനിക്ക് ഭക്ഷണം വിളമ്പി തന്നിട്ട് ഞാൻ ആ സഹതാപത്തോടെ നിങ്ങളെ കണ്ണിൽ നോക്കിയിട്ട് കഴിക്കണ ഒരു സ്നേഹവും, ഞാൻ ഫാർസി അറിഞ്ഞിട്ട് നിങ്ങളോട് ഇങ്ങനെ കോൺവെർസേഷൻ നടത്തിയിട്ട് സംസാരിക്കുന്ന സ്നേഹവും വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു തുല്യമില്ലാത്തൊരു അതിരില്ലാത്തൊരു സ്നേഹം എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒരു സഹതാപ സ്നേഹം എന്നൊക്കെ പറയില്ലേ, പാവം മഹാപാവം മൃഗങ്ങൾക്ക് പൂച്ചക്കൊക്കെ തിന്നാൻ കൊടുക്കുന്ന പോലെ അവരെ മുന്നിൽ ഞാൻ ഇരിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, ആക്ഷൻ കാണിക്കാൻ എനിക്ക് ഒതു കൊടുക്കണം, ഇങ്ങനെ മുഖം കഴുകണം, ഒതു കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളം കുടിക്കണം, ഭക്ഷണം വേണമെന്നൊക്കെ ആക്ഷൻ കാണിച്ച് ഏത് നാട്ടിലത്തെ ആളുകൾക്കും മനസ്സിലാവും. അത് നമ്മുടെ അടുത്ത് അള്ളാഹു നമുക്കൊരു സിഗ്നേച്ചർ ലാംഗ്വേജ് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ആക്ഷനാണ്. ഈ ആക്ഷനിൽ ഏത് കാര്യം നമുക്ക് കോൺവെർസേഷൻ ചെയ്യാം. മുണ്ടാൻ പറ്റാത്ത ആളുകൾ സംസാരിക്കുന്നില്ലേ, അവരുടേതായ രീതി അവർ ആക്ഷനിലൂടെ ഉപയോഗിക്കുന്നില്ലേ, അത് ഏത് ബുദ്ധിയുള്ള മുണ്ടാൻ വയ്ക്കുന്ന ആളുകൾക്കും സാധാരണക്കാർക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും. അത് ഇങ്ങനെ കാണിച്ചാൽ ഭക്ഷണത്തിനാണ്, ഇങ്ങനെ കാണിച്ചാൽ ഒതു കൊടുക്കാനാണ്, നിസ്കരിക്കാനാണെന്ന് തിരിച്ചറിയും. അത് നമുക്ക് അള്ളാഹു സിഗ്നേച്ചറായിട്ട് തന്നൊരു സാധനം നമ്മളെ കയ്യിലുണ്ട്. ഇത് എൻ്റെ യാത്രേൻ്റെ മുന്നേ ഞാൻ ഭാഷകൾ പഠിക്കുമ്പോൾ ഈ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരിക്കുന്നത് ഉബൈദ് സാർ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. മൂപ്പരിൽ നിന്നാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത്. അതുപോലെ ഹിന്ദി, ഓരോന്നിനും ഓരോ ട്രെയിൻ ചെയ്ത് ഭാഷകൾ 7ഓളം ഭാഷകൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ഫാർസിയിൽ എനിക്ക് അത്യാവശ്യം നിലനിൽക്കേണ്ട ഷാലോം, ഹോബി എന്നൊക്കെ പറഞ്ഞ ചില വേർഡുകളുണ്ട് അവിടെ നിർബന്ധമായിട്ട് ഉപയോഗിക്കാൻ. അതില്ലെങ്കിൽ അവർ നമ്മളോട് വേറെ രീതിയിൽ ബിഹേവ് ചെയ്യുന്നുള്ള തരത്തിലുള്ള കുറച്ച് വേർഡുകളുണ്ട് അവിടെ. അത് നമ്മളൊരാളെ അഭിമുഖീകരിക്കുമ്പോൾ ഫസ്റ്റ് ഷാലോം എന്ന് പറയുന്നത്, നമ്മൾ അസ്സലാമു അലൈക്കും എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനമൊക്കെ ഞാൻ ആദ്യം പഠിച്ചു. ഷാലോം എന്ന് പറയാം, ഷാലോം എന്ന് പറയും, അഭിവാദനം. അവര് നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ പിന്നെ കെട്ടിപ്പിടിച്ചിട്ട് സലാമൊക്കെ പറയുള്ളൂ. നമ്മളെ നാട്ടിലെ പോലെ അസ്സലാമു അലൈക്കും എന്ന് ഫസ്റ്റ് പറയുന്ന ഒരു സിസ്റ്റം അല്ല. പിന്നെ ഹൂബി എന്ത് പല കാര്യങ്ങളും അങ്ങനത്തെ പ്രത്യേക മാപ്പ് കെട്ട വേർഡുകളൊക്കെ ഞാൻ ഗൂഗിൾ ഉപയോഗിച്ചിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരിലൂടെ ഒക്കെ ചെന്നിട്ട് ഇങ്ങനെ എത്തുന്ന സമയത്ത് നമുക്ക് എന്താണ്, നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. എന്ത് ഭാഷ അറിഞ്ഞില്ലെങ്കിലും നമുക്ക് എങ്ങനെ പൂച്ച ചാടിയാലും 4 കാല് കുത്തി ചാടും എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നു. പിന്നെ ഒരു ഇന്ത്യ പകുതി എത്തിയപ്പോൾ തന്നെ ഞാൻ വേർക്കാതായി. ഞാൻ എത്ര നടന്നാലും വേർക്കൂല, കിതക്കൂല, എത്ര നടന്നാലും കിതക്കൂല, വേർക്കൂല. എനിക്കൊരു ജോലി ചെയ്തും കൊണ്ട് തന്നെ എനിക്ക് നടക്കാൻ സാധിക്കും. എത്ര 35 അല്ലെങ്കിൽ 64 കിലോമീറ്റർ ഞാൻ സൗദി അറേബ്യയിൽ ഒരു ദിവസം നടന്നിട്ടുണ്ട്. കണ്ടിന്യൂസിലല്ല, റെസ്റ്റ് എടുത്തിട്ട് ഒന്നും കിട്ടാത്തൊരു മരുഭൂമി സ്ഥലത്തുനിന്ന് റമദാൻ മാസം നോമ്പ് നോറ്റിട്ട് അങ്ങനെ ഞാൻ നടന്നിട്ടുണ്ട് സൗദി അറേബ്യയിൽ. അവർക്ക് നമുക്ക് ചിലപ്പോൾ സമയം ഉണ്ടെങ്കിൽ നമുക്ക് എത്താം. പക്ഷെ ആ സാഹചര്യത്തിലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഞാൻ വേർക്കൂല, കിതക്കൂല, അതൊക്കെ ഇങ്ങനെ സെറ്റായി ശരീരം കണ്ട ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ. അപ്പൊ നിങ്ങള് ഞാൻ എടീക്കാര് ചോദിക്കണ കരുത്, ഇപ്പൊ നമ്മൾ ഈ ഇറങ്ങുന്നതിന് മുമ്പ് വല്ല ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ദിവസം ഞാൻ എൻ്റെ ഭാര്യ അന്ന് ഗർഭിണിയാണ്. ഞാനും എൻ്റെ ഭാര്യ ഒരു ദിവസം 8 കിലോമീറ്റർ രാവിലെ നടക്കാൻ പോകും. അതിന്റെ പെങ്ങളെ വീട്ടിലേക്ക് 8 കിലോമീറ്ററാണ് പെങ്ങളെ വീട്ടിൽ നടക്കും. അപ്പൊ ഞങ്ങളെ വീട്ടിൽ നിന്ന് പെങ്ങളെ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളങ്ങനെ റോഡിൻ്റെ അരികിൽ കൂടെ നല്ല സെൽഫ് ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു എഫേർട്ട് എടുത്തിട്ടുള്ള ജിമ്മ് കാര്യങ്ങൾ അങ്ങനത്തതൊന്നുമില്ല. നോർമലി നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണം, സൂപ്പർ മാർക്കറ്റ് ആണല്ലോ, പിന്നെ വണ്ടിയൊന്നും ഇല്ലാതെ നടക്കും,
തിരിച്ച് നടക്കും. ചോറ് തിന്നാൻ വരലില്ല, ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിക്കില്ല. പക്ഷേ ഇതിന് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ വരലെടുത്തി. പിന്നെ ആ റെസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നടക്കും. പിന്നെ വൈകുന്നേരം വെയിലാറിയാൽ വീണ്ടും വരും. പിന്നെ കട അടച്ചിട്ട് പിന്നെ അങ്ങോട്ട് തന്നെ പോകും. ഇതൊക്കെ എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ പകർത്തിയിരുന്നു. വണ്ടി പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ആദ്യം ഞാൻ ചെയ്തത് എല്ലാ കാര്യങ്ങളും എത്തിയ സമയത്ത് നമുക്ക് കാറുണ്ടായിരുന്നു, ബൈക്ക് ഉണ്ടായിരുന്നു. R15 ഒക്കെ ഞാൻ കൊടുത്ത് ഒഴിവാക്കി. ഫസ്റ്റ് എൻ്റെ അമ്മായിൻ്റെ മോനിക്ക് കൊടുത്തു. കസിൻ ബ്രദർ ഉണ്ടായിരുന്നു, അവനോട് പറഞ്ഞു ഇജ്ജെടുത്തോ, ഉപയോഗിച്ചോ, എനിക്കിനി ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം ഞാൻ തിരിച്ചു വരുമെന്ന് അറിയില്ലല്ലോ. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേരിലുണ്ടായിരുന്ന 10 സെൻറ്റ് സ്ഥലം വരെ എൻ്റെ ഉമ്മാൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ്റെ ജ്യേഷ്ഠൻ്റെയും പേരിൽ ഞങ്ങൾക്ക് സ്ഥലം ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളെ ഭാര്യമാരെ പേരിലാക്കി. അപ്പോൾ ഉമ്മാക്ക് വരെ എന്തുണ്ട്, ആ ഒരു ഈമാനിക ഇതുണ്ടല്ലോ, ഒരു ചിലപ്പോൾ എൻ്റെ കുട്ടി തിരിച്ചു വരൂലെങ്കിലോ അതിൻ്റെ ഫീലിങ്ങും സങ്കടങ്ങളൊക്കെ ഉണ്ട്. അത് മറ്റൊരു വശം. സംഭവിച്ചാൽ ഇവൻ്റെ കുടുംബം വഴിയാധാരാവരുത്, ഓനെ വിശ്വസിച്ച് ഇറങ്ങി വന്ന പെണ്ണ് വഴിയാധാരാവരുത്, ഓളെ വാപ്പ നിക്കാഹ് ചെയ്തിട്ട് ഇന്നെ ഏൽപ്പിച്ചത് അവർക്കൊരു ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തത്. എൻ്റെ ഉമ്മ ഞങ്ങൾക്കായും കൂടുതൽ എൻ്റെ ഉമ്മ ഇതിലൊക്കെ സൂക്ഷ്മതയും തീരുമാനങ്ങളും എടുത്തു. കടുത്ത തീരുമാനം എടുക്കാൻ ഭയങ്കര മനസ്സുള്ളൊരു ഉമ്മയാണ് എൻ്റെ. ഈ യാത്രയുടെ ബാക്ക് ബോൺ ആയിട്ട് നിന്ന് ഉമ്മ. അത് 1, 2, 3 കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ ഉമ്മ 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 തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഓരോ ദിവസവും നമുക്ക് സുബൈ നിസ്കരിച്ചിട്ട് ഉമ്മാക്ക് വിളിച്ചാൽ അന്ന് ഉറപ്പാ എനിക്കൊരു 40 കിലോമീറ്റർ നടക്കാനുള്ള എനർജി കിട്ടും. നമ്മള് പാകിസ്ഥാൻ വരെയാണ് എത്തിയത്. പാകിസ്ഥാൻ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇറാനാണുള്ളത്. നമ്മള് കഴിഞ്ഞ തവണ പാകിസ്ഥാനിൽ ഞാൻ ലാഹോർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് അവരെ പെർമിഷൻ മേടിച്ച് ഫ്ലൈറ്റിനാവും ടെഹ്റാൻ വരെ 800 ചില്ലറ കിലോമീറ്റർ നമ്മൾ ഹൈഡ് ചെയ്യേണ്ടി വന്നു. അതായത് നമുക്ക് ശ്രമിക്കാനും പറ്റുള്ളൂ. നമുക്ക് 4 മാസം 8 ദിവസം നമ്മളിവിടെ ശ്രമിച്ചു. പാകിസ്ഥാൻ എൻട്രി കിട്ടി. പാകിസ്ഥാൻ വിസ പാസ്പോർട്ടിൽ അടിച്ചു. ഇന്നും പാകിസ്ഥാൻ വിസ പാസ്പോർട്ടിലുള്ളത് കാരണം ഇന്റർനാഷണലി യാത്ര ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിക്കാറുണ്ട് എന്ത്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പാകിസ്ഥാൻ വിസിറ്റ്. ഇപ്പോഴും ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഏത് ഇന്ത്യയിലെ എയർപോർട്ടിൽ ചെന്നിട്ട് ഞാൻ ഇന്റർനാഷണൽ ഫ്ലൈ ചെയ്യുന്ന സമയത്തും എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ വിസിറ്റ് ചെയ്തെന്നുള്ളത് എനിക്ക് കാരണം തെളിയിക്കേണ്ട ആവശ്യമാണ്. നമുക്ക് 1/2 മണിക്കൂർ 1 മണിക്കൂർ എനിക്ക് അവിടെ സമയം ചിലവാകും. ഉംറക്ക് പോകണമെന്നുണ്ടെങ്കിൽ വരെ തിരിച്ച് ഹൈദരാബാദ് ആവട്ടെ, കോഴിക്കോട് ആവട്ടെ, ഈ കൊച്ചി ആവട്ടെ, എവിടെയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോഴും വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പാകിസ്ഥാൻ വിസിറ്റ് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റാണ് എൻ്റെ. കാരണം എൻ്റെ പാസ്പോർട്ടിൽ പാകിസ്ഥാൻ വിസ ഉണ്ടല്ലോ. അതും ഇങ്ങനെ കേരളത്തിൽ നോർത്തിലൊക്കെ ഉള്ള ആളുകൾ ചിലപ്പോൾ ബ്ലഡ് റിലേഷൻ ഉണ്ടാവും, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ആക്സസ് വളരെ പക്ഷെ ട്രാൻസിറ്റ് വിസ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർ മിലിറ്ററിൻ്റെ ഓഫീസർമാരൊക്കെ മീറ്റിങ്ങിനും വലിയ വലിയ കാര്യപ്പെട്ട ഡിപ്ലോമാറ്റിക് ലെവലിലുള്ള ചർച്ചകൾ നടത്താനൊക്കെ പോകുന്ന വിസയാണ് ട്രാൻസിറ്റ് വിസ. അതാണ് പൊട്ടനായിട്ടുള്ള കേരളത്തിൽ കിടക്കുന്ന എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു അച്ചീവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു മെറിറ്റും ഡീമെറിറ്റും ഉണ്ടാവും. അന്ന് ഞാൻ പാകിസ്ഥാൻ വിസ അങ്ങനെ കഷ്ടപ്പെട്ട് സമരം ചെയ്ത് നേടിയെടുത്ത പോലെ ഞാൻ 4 മാസം 8 ദിവസം കഴിഞ്ഞ് നേടിയെടുത്തെങ്കിലും ഇന്നതിൻ്റെ എഫക്റ്റിൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് നിർബന്ധം. പിന്നെ പാകിസ്ഥാനിൽ കയറി 3 ദിവസം നടന്നു. ഈ ബ്ലോക്കും കാരണം അവിടുത്തെ ഒരു പ്രത്യേക ടീം ഉണ്ടായിരുന്നു, അവരെ ഗവൺമെൻറ്റിൻ്റെ, അവരിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തുള്ള അവിടുത്തെ ആളുകളുമായിട്ടൊന്നും ഇൻക്ലൂഡ് ആവാൻ പാടില്ല. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ടൽ, ഞാനൊക്കെ ഹോട്ടലിൽ താമസിച്ചിങ്ങനെ, ഞാനൊരു ഇന്ത്യക്കാരനായ കേരളക്കാരനായ ഞാൻ ഹോട്ടലിൽ നിന്ന് ഒരു ദിവസം രാത്രി അതായത് 3 ദിവസമുള്ള കിട്ടി. ഫസ്റ്റ് ദിവസം രാത്രി ഞാൻ കർട്ടൺ മാറ്റിയ സമയത്തെ പോലീസ് ഇങ്ങനെ മിലിറ്ററിക്കാർ തോക്ക് പിടിച്ചിട്ട് 60-70ഓളം മിലിറ്ററിക്കാർ ഹോട്ടലിൻ്റെ ചുറ്റിനും നമുക്ക് കാവലായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ പൈസ കെട്ടി ഇതാക്കിയതല്ല, ഇത് അള്ളാഹു ഇങ്ങനെ കൊണ്ടൊരു ഞാനവിടെ കടക്കണം എന്നുള്ളതിൻ്റെ തീരുമാനം ഉണ്ടായിരുന്നു. അവർക്ക് സെക്യൂരിറ്റി എനിക്ക് തരല്, എനിക്ക് അവരെ ഒരു നിർബന്ധിക്കപ്പെട്ട മാതിരി കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ എനിക്ക് 2 റൂട്ടുകൾ ഞാൻ പഠിച്ചു വെച്ചിരുന്നു. അതായത് കേരളത്തിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ കർണാടക വഴി കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഇതാണ് എൻ്റെ റൂട്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ, ഇതല്ലാത്തൊരു റൂട്ട് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ബൈഹാർട്ടുമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ചൈന ബോർഡർ കടന്ന് തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്കിമിനിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, കുവൈത്ത്, സൗദി അറേബ്യ. സാധാരണ രീതിയിൽ നമ്മൾ ആദ്യം പറഞ്ഞ റൂട്ടിന് പോകണമെങ്കിൽ 6.5 മാസമാണ് വേണ്ടത്. അത് ഈ 4 മാസമൊക്കെ നിന്നതുകൊണ്ട് 1 വർഷം, അതായത് ഇത്ര ദിവസം നമുക്ക് 1 വർഷം 17 ദിവസം എടുത്തു എത്താൻ. 6.5 മാസമാണ് നമുക്ക് സമയം വേണ്ടത്. പക്ഷെ അത് ചൈനയിലൂടെ പാകിസ്ഥാൻ ഒരു പക്ഷേ ഇത്രയും പെർമിഷനൊക്കെ കിട്ടിയിട്ട് ഞാൻ ആ റൂട്ട് പഠിക്കാൻ കാരണം ഒരു പക്ഷേ യാത്ര എന്ന് പറഞ്ഞാൽ അതാവാം. നാളെ എന്ത് നടക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ നമ്മൾ സിമ്പിൾ ജീവിതത്തിൽ വീട്ടിൽ നിൽക്കുന്ന ആൾക്ക് നാളെ എന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഓപ്ഷൻ ബി വേണം എപ്പോഴും. കാരണം നമ്മളെല്ലാം വിട്ട് വീടും നാടും കുടുംബം ഒക്കെ വിട്ട് ഒരു വഴിക്കിറങ്ങാണ്. ഒരു ഡെസ്റ്റിനേഷൻ നമ്മളെ മനസ്സിലുണ്ട്. നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാന്ന് വെച്ച് ഇറങ്ങിയ ഒരാളല്ല. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മറ്റൊരു വഴി ബി ഓപ്ഷൻ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ
സ്റ്റേ റൂമിലേനു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഹോട്ടൽ റൂമുകളിൽ സ്റ്റേ ഒക്കെ പ്ലാനഡ് ആയിരുന്നു? അല്ലല്ല ടെന്റ് അല്ലല്ല. ഞാൻ എൻ്റെ എക്സ്പെൻസ് കണക്കാക്കിയ സമയത്ത് ഞാൻ 11 ലക്ഷം രൂപയായിട്ട് അവിടെ നിന്ന് പോകുന്നത്. എനിക്ക് 11 ലക്ഷം റുപ്യാണ് എനിക്ക് ഹജ്ജിന്റെ എക്സ്പെൻസ് അടക്കം എനിക്ക് വേണ്ടത്. അതായിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നത്. ആ പൈസ കുവൈറ്റി ദിനാറായിട്ടും ഡോളറായിട്ടും അക്കൗണ്ടിലാക്കിയിട്ടും എനിക്ക് ആവശ്യത്തിനുള്ള ഞാൻ കുവൈറ്റി ദിനാറായിട്ടും ഡോളറായിട്ടും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അക്കൗണ്ടിലും. അതായത് അടുത്ത വർഷം ഹജ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ ഹജ്ജിന്റെ മുന്നേ ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഹജ്ജിന് പ്രൈവറ്റിൽ ഹജ്ജിനുള്ള കോട്ടയിൽ ആദ്യം തന്നെ പറഞ്ഞ് ബുക്കിംഗ് ഒക്കെ എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഹജ്ജുമാണല്ലോ നമുക്ക് എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ സൗദിയിലേക്ക്. അപ്പോൾ ആ സമയത്ത് ഹജ്ജിന്റെ സമയത്ത് എത്തണം, ഹജ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി വേണം ഹജ്ജിന്റെ. അപ്പോൾ അതൊക്കെ പ്രിപ്പയർ ആയിട്ട് പോകുന്ന സമയത്ത് ഞാൻ ഈ പൈസ കാര്യങ്ങളൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ചോദ്യം ചോദിച്ചാൽ മറന്നുപോയി. ഹോട്ടൽ സ്റ്റേ ആണോ ടെന്റ്? ഇതിന്റെ എക്സ്പെൻസും കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കുന്ന സമയത്തെ ഇന്ത്യയിൽ ഗുരുദ്വാരകള്, അമ്പലങ്ങളുണ്ട്. റൂട്ട് നോക്കും, റൂട്ട് മാനുവലായിട്ട് പഠിക്കുമ്പോൾ അതിന്റെ ഇടയിൽ എന്താണോ കിട്ടും. ഒരു 25 to 35 കിലോമീറ്ററിന്റെ ഉള്ളിൽ സ്റ്റേ ഓപ്ഷൻ ഉണ്ടാവും. സ്റ്റേ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് തരും. അപ്പോൾ ഞാൻ അതിൽ തിരഞ്ഞെടുത്ത് ഞാനും എൻ്റെ ജ്യേഷ്ഠനും ഞങ്ങൾ റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ട് അവരൊക്കെ കണക്ട് ചെയ്തിരുന്നു. ഭാരത് പെട്രോൾ പമ്പ്, ആദവനാട് പാറയിലുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവൻ ഈ ഭാരത് പെട്രോൾ പമ്പിന്റെ എന്തോ ഒരു അക്കൗണ്ട്സിൽ ജോലി ചെയ്യുന്ന ഒരാൾ. അങ്ങനെ ഞങ്ങൾക്ക് അവരെ കണക്ഷൻ കിട്ടി. അവർ വീട്ടിലേക്ക് വന്നു, അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അതിന്റെ എല്ലാ ഡീറ്റെയിൽസ്. അവരൊക്കെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. ഇന്ന ദിവസം ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ബൈഹാർട്ടായിട്ട് ഞാൻ മാനുവലി തയ്യാറാക്കിയിരുന്നു റൂട്ട്. അതിന് വേണ്ടിയിട്ട് എനിക്ക് മാസങ്ങളോളം എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അവർക്ക് കണക്ട് ചെയ്യും. ഇന്ന സ്ഥലത്ത് ഇപ്പോൾ വാഴക്കാട്, അപ്പോൾ അതിൽക്കൂടെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടേക്ക് ഞങ്ങൾ വിളിക്കും. ഇന്ന ദിവസം ഇന്നൊരാൾ ഇവിടെ എത്തും, നിങ്ങൾ അവിടെ ടെൻ്റ് അടിക്കാനുള്ള ഒരു സൗകര്യം, ഭക്ഷണമൊക്കെ അയാളെ കയ്യിലുണ്ടാവും. രാത്രി ഒന്ന് വരും, സുബഹിസ്കരിച്ചിട്ട് അയാൾ പോകും. ഇതിനൊരു അവസരം ഒരുക്കി കൊടുക്കണമെന്ന് ഒട്ടുമിക്ക പെട്രോൾ പമ്പിൽ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ത്യയിൽ എല്ലാ പെട്രോൾ പമ്പിലും പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ ഒരൊറ്റ പെട്രോൾ പമ്പിലേ നമുക്ക് താമസിക്കേണ്ടി വന്നിട്ടുള്ളൂ. അത് പഞ്ചാബിൽ എൻട്രി ചെയ്ത അന്ന് അത്രയും വിജനമായൊരു സ്ഥലത്ത് ആകെ ഒരു പെട്രോൾ പമ്പാണ് ഉള്ളത്. അവിടെ താമസിക്കേണ്ടി വന്നു. താമസിച്ചപ്പോൾ തന്നെ അത്രയും പോലീസ് നമുക്ക് റൗണ്ടിൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ഒരു സ്ഥലത്തും ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊക്കെ പ്ലാൻ ചെയ്യാനേ പറ്റൂ. ഈ നമ്മളെ പ്ലാനല്ല ജീവിതത്തിൽ സാഫല്യത്തിൽ വരുന്നത്. എങ്ങനെയൊക്കെ അള്ളാൻ്റെ പ്ലാനാണ്. നമുക്ക് പ്ലാൻ ചെയ്യാൻ പ്രയത്നിക്കാം. അതായത് നീയത്ത് ശരിയാവണം ഒന്നാമത്തത്. അല്ലെങ്കിൽ ആ 8640 കിലോമീറ്റർ നടക്കാൻ പറ്റുന്ന ഏത് കൊമ്പം പറഞ്ഞാലും ഞാൻ പറയും, ഞാൻ പോയി വന്ന ആളാണ്, ഞാൻ പറയാൻ നടക്കാൻ പറ്റൂല. കാരണം എന്താ, നമ്മളെ നീയത്ത് ശരിയാവണം. നമുക്ക് ക്ഷമ വേണം. 4 മാസം 8 ദിവസം ഞാൻ പറഞ്ഞില്ലേ, കല്ലിൽ എഴുതി വെച്ചോ പാകിസ്ഥാനിലേക്ക് കടക്കൂല എന്നൊരു മൂല്യർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറാനിലെത്തിയതിന് ശേഷം മൂത്രമൊഴിക്കാൻ വേണ്ടി ഒരു പാലത്തിൻ്റെ ചോട്ടിൽ ഞാൻ പോയി. അവിടെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞ് ഞാൻ ഫ്രഷായി എൻ്റെ കുപ്പിയിലുള്ള വെള്ളത്തിൽ ഞാൻ വുളുവൊക്കെ എടുത്ത്, വുളു എടുത്തിട്ടാണ് ഞാൻ ഫുള്ള് വക്തിലും വുളുവിലേക്കാരം. വുളുവൊക്കെ എടുത്ത് ഞാൻ റെഡി ആയിട്ട് 5 മിനിറ്റ് ഇങ്ങനെ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് വലിയൊരു പാറക്കല്ല ബ്രിഡ്ജിൻ്റെ ചോട്ടിൽ കിട്ടി. ഞാൻ അതിന്മേൽ എഴുതി എ ഡ്രീം ജേണി ബൈ വാക്ക്, എ ഡ്രീം ജേണി ബൈ ഫുഡ്, കേരള ടു മക്ക. ഷിഹാബ് ചോറ്റൂന്ന് എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് ഏത് മൂല്യരാണ് എന്നോട് പറഞ്ഞത് അയാൾ കാണുന്ന രീതിയിൽ ഞാൻ സ്റ്റോറി ഇട്ടു. അപ്പം നമുക്കൊരു ഡിസിഷനും ഒരു തീരുമാനവും നമുക്ക് തീരുമാനിക്കാം. നമുക്ക് നീയത്ത് നന്നാക്കി, നല്ലൊരു നീയത്ത് എടുക്കുക, അതിനു വേണ്ടി ക്ഷമിക്കുക, അതിനു വേണ്ടി പ്രയത്നിക്കുക. ഇത് മൂന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ ഒക്കെ തലപ്പത്ത് അള്ളാഹ് ഒരു തൗഫീഖുമ്പാടെ വേണമല്ലോ. പടച്ചോൻ തീരുമാനിക്കാതെ ഏത് കൊമ്പനും എന്ത് ചെയ്യാൻ പറ്റൂല. എത്ര 101% പ്രതീക്ഷയിലിരിക്കുന്ന ആൾക്കും ഒരു ഉറപ്പില്ല ആ കാര്യം നടക്കും എന്നുള്ളത്. തീരുമാനം റബ്ബിൻ്റെതേ കാര്യം. നമുക്ക് പ്രയത്നിക്കുക, നമ്മളെ നീയത്ത് നന്നാക്കുക. മറ്റുള്ളവർ പല അപശബ്ദങ്ങളും ഉണ്ടാകും. നമ്മളെക്കാളും വലിയ പലരും ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്, അവരൊന്നും ജീവിച്ചിരിക്കുന്നില്ല. ഇതിനേക്കാളും വലിയ ആളുകൾ വന്നിട്ടുണ്ട്. എന്തിനേറെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ചു കൊടുത്തോളൊന്നും നമ്മൾ അനുഭവിക്കുന്നില്ലല്ലോ.